യെസ്. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പൊ യോഗ എന്താണ്, എന്തിനാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം, ആരോഗ്യ സംരക്ഷണമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാനസികമായിട്ടും സ്ട്രെസ്സും അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും എല്ലാവരും. വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക, അതിനൊക്കെ ഒന്ന് കുറയ്ക്കാൻ, തോത് കുറയ്ക്കുക, സന്തോഷം കണ്ടെത്തുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? അല്ലേ? ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മണിക്കൂറായിരിക്കും നമ്മുടെ സെഷൻ പോകുന്നത്. ഈ ഒരു മണിക്കൂറും നിങ്ങളുടെ മുഖത്ത് ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാവണം. മുഖത്ത് നമ്മൾ സന്തോഷം ഉണ്ടാക്കിയെടുക്കണം. കാരണം സന്തോഷം നമ്മുടെ വല്ല നമ്മുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നമ്മൾ തന്നെയാണ് ഈ സന്തോഷം ഞങ്ങളൊക്കെ ഉണ്ടാകുന്നത്, തന്നെ ഉണ്ടായി വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷത്തിൽ, അതായത് ഇപ്പൊ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ മുഖത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ. ഇവാനിയ, അത്രയും ബലം പിടിക്കണ്ട. മുഖത്ത് ചെറിയൊരു സന്തോഷം. യെസ്. ഓക്കെ, സന്തോഷം കണ്ടെത്താനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തെ ഒഴിവാക്കിയിട്ട് സന്തോഷം. ദുഃഖം ഉണ്ടാവും, ഇത്ര എന്ത് കാണിച്ചാലും സങ്കടം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് സന്തോഷവും ദുഃഖവും എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്തായാലും ഉണ്ടാവും. അപ്പൊ ദുഃഖം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷം കണ്ടെത്താനായിട്ടുള്ള യാത്രയാണ് നമ്മളിവിടെ തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ. യോഗ എന്ന് പറയുന്ന വാക്കിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് കൂടിച്ചേരുക എന്നാണ്. മനസ്സും ശരീരവും തമ്മിൽ കൂടിച്ചേരൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മനസ്സും ശരീരം കൂടിച്ചേർന്നല്ല ഇരിക്കുന്നതിന് സംശയം തോന്നും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിച്ചേർന്നല്ല ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മളെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം ഇപ്പൊ രാവിലെ നേരത്തെ ഇപ്പൊ ന്യൂ ഇയറിന് നിങ്ങൾ കുറെ തീരുമാനങ്ങൾ എടുത്തുണ്ടാവുമല്ലോ. എന്നിട്ട് അതൊക്കെ ഇപ്പം അതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ന്യൂ ഇയറിന് എടുത്ത തീരുമാനങ്ങൾ, വണ്ണം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം എന്നൊക്കെ തീരുമാനങ്ങളോട് കൂടിയാണ് ഡിസംബർ 31 വൈകുന്നേരം നിങ്ങൾ കിടന്നത്. പക്ഷേ ജനുവരി 1 തൊട്ട് അതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ശരീരം കൊണ്ട് നിറവേറ്റാൻ പറ്റി? ഇപ്പൊ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്, ശരീരവും മനസ്സും തമ്മിലുള്ള ആ ഒരു ഇണക്കം, ആ ഒരു ചേർച്ച ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ ശരീരം കൊണ്ട് നിർവഹിക്കാൻ പറ്റാണ്ട് പോകുന്നത്. അപ്പം ആ ഒരു ഇണക്കമില്ലായ്മ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കൂടിച്ചേരൽ എന്നാണ്. മനസ്സും ശരീരവും തമ്മിൽ കൂടിച്ചേരൽ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് മറ്റ് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അത് ക്ഷമയോടുകൂടി നമ്മൾ പരിശീലിക്കണം. 1-2 ദിവസത്തേക്ക് നമ്മൾ അലോപ്പതി മരുന്ന് കഴിക്കുന്ന പോലെ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും റിസൾട്ട് ഉണ്ടാവുമൊന്നുമില്ല. എല്ലാ ദിവസവും ചിട്ടയോട് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലാസ്സിൽ പങ്കെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഇതിനായിട്ട് സമയം മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി ഒരു തിയറിറ്റിക്കൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, പ്രാക്ടിക്കലി നമ്മൾ ഇത് ചെയ്തിട്ട് ഇതിന്റെ ആ ഒരു ബെനിഫിറ്റ് ഇത് അനുഭവിച്ചറിയുക, യോഗ എന്താണെന്ന് അനുഭവിച്ചറിയിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ രീതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്വസ്ഥമായിരിക്കുക, കാല് മടക്കിയിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇരുന്നാൽ മതി. അതായത് മുട്ടിന് വേദനയുള്ളവർ ചമ്രം പണിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ സുഖാസനം എന്ന് പറയും. സുഖാസനം എന്നാണ്, ചമ്രം പണിഞ്ഞിരിക്കുന്നതിന് സുഖാസനം എന്നാണ് പറയുന്നത്. ഏറ്റവും സുഖകരമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് സുഖാസനം എന്ന് പറയുന്നത്. അപ്പൊ ആ പൊസിഷനിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയില്ലെന്ന് വരും. കാല് നീട്ടി വെച്ചിരിക്കാൻ കുഴപ്പമില്ല. പുറകിൽ നിവർന്നിരിക്കും. ഇപ്പം സുഖാസനം ഇരുന്നിട്ട് നിവർന്നിരിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ചാഞ്ഞിരുന്നു, പുറകിലേക്ക് ചാഞ്ഞിരിക്കാം, കുഴപ്പമില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. യോഗ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളും വേദനകളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, തുടക്കമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. കാല് മടക്കിയിരിക്കണം എന്ന് ഞാൻ പറയില്ല. സുഖാസന ഈ ചമ്രമണി ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക, അല്ലാത്തവര് കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക. ഓക്കെ. ഇനി അടുത്തത്, കൈ ഇതുപോലെ ചൂണ്ടുവിരലെയും തള്ളവിരലെയും തുമ്പുകൾ തമ്മിൽ ഇതുപോലെ മുട്ടിച്ചു പിടിക്കുക. ചൂണ്ടുവിരലെയും തള്ളവിരലെയും തുമ്പുകൾ ഇതുപോലെ മുട്ടിച്ചു പിടിക്കുക. എന്നിട്ട് കൈ മലർത്തി കൈയുടെ മുട്ട് മടക്കിയിട്ട് കൈ തുടയിലേക്ക് ഇറക്കി വെക്കുക. കൈയുടെ മുട്ട് മടക്കി കൈകൾ തുടയിലേക്ക് ഇറക്കി വെച്ചു. കാല് നീട്ടി വെച്ചായിരിക്കുന്നെങ്കിൽ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. കൈ മലർന്നിരിക്കണം എന്ന് മാത്രം കേട്ടോ. യെസ്. നടുവ് നൂർന്നിരിക്കട്ടെ, മുഖം ഉയർത്തി പിടിച്ചിരിക്കുക. നടുവ് നൂർന്നിരിക്കട്ടെ, മുഖം ഉയർത്തി പിടിച്ചിരിക്കുക. നട്ടൽ നൂർന്നിരിക്കണം. ഇനി ബലമൊക്കെ വിട്ടിട്ട്, ബലം പിടുത്തമൊക്കെ വിടുക. മുഖത്ത് ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാകണം. മുഖത്ത് ചെറിയൊരു ഹാപ്പിനെസ്, ഒരു തെളിച്ചം, മുഖം തെളിഞ്ഞിരിക്കണം. യെസ്. കണ്ണുകൾ അടയ്ക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അതതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം, ശാന്തമായിരിക്കാം.
സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കാം. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക്. എക്സേൽ, ശ്വാസം വെളിയിലേക്ക്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, 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 exhale. കണ്ണ് തുറക്കരുത്, കണ്ണടച്ചിരിക്കണം. Inhale, exhale, inhale, exhale, inhale, exhale, exhale, inhale, exhale. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചിരിക്കാം. സ്വയം ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇരുന്നോളൂ കേട്ടോ. ക്യാമറ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇരിക്കുക. ഓക്കെ. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമാം. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. രണ്ട് കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമുക. നന്നായിട്ട് കൂട്ടിത്തിരുമി. ഇപ്പൊ കൈകൾക്കുള്ളിൽ ഒരു ചൂടുണ്ടാവും. ഈ ചൂട് മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, കണ്ണ്, മൂക്ക്, കവിള്, നെറ്റി, ചെവി, കഴുത്ത്, കഴുത്തിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കൈകൾക്കുള്ള ചൂട് തൊട്ടതിലൂടെ അനുഭവിച്ചറിയുക. വീണ്ടും കൈകൾ നന്നായി കൂട്ടിത്തിരുമി. വീണ്ടും കൈകൾ നന്നായി കൂട്ടിത്തിരുമി. തലയ്ക്ക് മുകൾ വശത്തും തോളിന്റെ ഇരുവശങ്ങളിലും ഉള്ളംകാലിലും കൈകൾക്കുള്ള ചൂട് തൊട്ടതിലൂടെ അനുഭവിച്ചറിയുക. തലയ്ക്ക് മുകൾ വശത്തും, രണ്ട് കൈയും തലയ്ക്ക് മുകളിൽ വെച്ചു. അതുപോലെ തോളുകളിൽ, ഇരു തോളുകളിലും ടച്ച് ചെയ്യുക. ഉള്ളംകാലിൽ, കാലിന്റെ ഉൾവശത്ത്, കാലിന്റെ അടിഭാഗത്ത് കൈകൾക്കുള്ള ചൂട് നന്നായിട്ട് തൊട്ടതിലൂടെ അനുഭവിച്ചറിയുക. അതിനുശേഷം വിരലുകൾക്കിടയിലൂടെ കൈകൾ കോർത്ത് പിടിക്കുക, ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക. അകത്തുനിന്ന് വെളിയിലേക്ക് കൈ സ്ട്രെച്ച് ചെയ്തു. ചെറുതായിട്ടൊന്ന് കണ്ണു തുറന്ന് നോക്കാം. ചെറുതായിട്ട് കണ്ണു തുറക്കാറായിട്ടില്ല. അപ്പൊ ആദ്യം ആയതുകൊണ്ടും ചെറുതായിട്ട് കണ്ണു തുറന്ന് സംശയം തീർത്തതിന് ശേഷം ചെയ്തു പോകാം. കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി. കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി. മുഖം ഉയർത്തി പിടിച്ച് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇരുവശങ്ങളിലേക്കും കൈകൾ താത്തി സാവധാനം കണ്ണുകൾ തുറക്കാം. ഇരുവശങ്ങളിലേക്കും സാവധാനം കണ്ണുകൾ തുറക്കാം. യെസ്. ഓക്കെ. അടുത്തത് ശിഥിലീകരണ വ്യായാമമാണ്. ശിഥിലീകരണ വ്യായാമം, അതായത് സൂക്ഷ്മ വ്യായാമങ്ങളാണ്. ഏറ്റവും ലളിതമായിട്ടുള്ള വ്യായാമങ്ങളാണ്. അതായത് നമ്മുടെ ഫിംഗർ ജോയിന്റ്സ് മുതൽ, നമ്മൾ ഓരോ ശരീരത്തിൽ ഓരോ ജോയിന്റ്സ് ഉണ്ടല്ലേ, ഓരോ സന്ധികളുണ്ട്. കഴുത്തിന്റെ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്. അതുപോലെ കൈകളിലെ ഓരോ വിരലുകളുടെ ഓരോ സന്ധികളുണ്ട്. റിസ്റ്റ് ഒരു സന്ധിയാണ്. അങ്ങനെ ഓരോ ജോയിന്റുകൾ, ഈ സന്ധികളെ എല്ലാം നമുക്കൊന്ന് ആക്ടിവേറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് ചെയ്യുന്ന വളരെ ലളിതമായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്.
അത് നമുക്ക് ചെയ്യാം. അത് സൂക്ഷ്മ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശിഥിലീകരണ വ്യായാമങ്ങൾ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ചെയ്യാം. എണീക്കാം, എണീക്കാം. ഞാൻ ചെയ്യുന്ന നോക്കിയതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ചെയ്തു പോവാം. എണീക്കാം, എണീക്കാം. ഷോൾഡർ അതിന്റെ കാൽപാദം അകത്ത് നിൽക്കുക. അകത്ത് നിന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് കൈ ചുരുട്ടി മുമ്പിലേക്ക് നീട്ടി പിടിച്ചിട്ട് ഞാൻ കൗണ്ട് പറയുമ്പോൾ ശക്തിയായിട്ട് കൈ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. കൈ വിരലുകൾ തുറക്കുക, വെക്കുക, തുറക്കുക, അടയ്ക്കുക. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി? കൈ പിടിച്ചോളൂ. മുഷ്ടി ചുരുട്ടി കൈകൾ മുമ്പിലേക്ക് നീട്ടി പിടിക്കുക. മുഷ്ടി ചുരുട്ടി കൈകൾ മുമ്പിലേക്ക് നീട്ടി പിടിച്ചിട്ട് ശക്തിയായിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. റെഡി? ചെയ്തോളൂ, ചെയ്യാം. കണ്ടില്ലേ? കൈ അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. വിരലുകൾ തുറക്കുക, അടയ്ക്കുക. കൗണ്ട് പറയുമ്പോൾ ചെയ്യാം. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത റെസ്പിറേഷൻ ആണ്. കൈയുടെ കുഴ തിരിക്കുക. കൈ കുഴ. സാവധാനം ചെയ്യണം. ഇതാണ് ഞാൻ ആദ്യം ചെയ്ത് കാണിക്കാം. സംശയം മാറിയിട്ട് ചെയ്താൽ മതി കേട്ടോ. കൈയുടെ ആദ്യം നോക്കുക, നോക്കി മനസ്സിലാക്കാൻ ശേഷം ചെയ്യാം. കൈയുടെ കുഴ ഇതുപോലെ തിരിക്കുക, തിരിച്ച് അതുപോലെ തിരിച്ച്. ഇതാണ് ചെയ്യേണ്ടത്. റെഡി? 1. ഞാൻ കൗണ്ട് പറയുമ്പോൾ ചെയ്തു തുടങ്ങാവുള്ളൂ കേട്ടോ. 2. സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. കൗണ്ട് പറയുമ്പോൾ കൗണ്ടിനനുസരിച്ച് മാത്രം ചെയ്യാം. 3. ഓക്കെ, തിരിച്ചു കിടക്കാം. 1, 2, 3. കൈ മലർത്തി പിടിച്ചു. കൈ മലർത്തി പിടിക്കുക. എന്നിട്ട് കൈയുടെ മുട്ട് മടക്കുക, നിവർത്തുക. കൈയുടെ മുട്ട് മടക്കി നിവർത്തുക. ഇതാണ് ചെയ്യേണ്ടത്. റെഡി? ചെയ്യാം. 1, 2, 3, 4, 5, 6. ഓക്കെ, അടുത്ത ഷോൾഡർ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം ഷോൾഡർ റൊട്ടേഷൻ ആണ്. കൈ ഇങ്ങനെ എടുത്ത് ചേർത്ത് ഇങ്ങനെ ചേർത്ത് ഫുള്ളായിട്ട് കറക്കുക. 1, ഇങ്ങനെ കറക്കി എടുക്കുക ഫുള്ളായിട്ട്. ഷോൾഡർ റൊട്ടേഷൻ തോളിൽ ചെയ്യാം. കൈ പിടിച്ചോളൂ. റെഡി? 1. കൈ ചേർന്ന് വരട്ടെ. കൈയുടെ മുട്ട് ചേർന്ന് വരട്ടെ. 2. ഇങ്ങനെ ചേർന്ന് വരണം. 3. കൈയുടെ മുട്ട് ചേർന്ന് വരണം. തിരിച്ചു വരക്കാം. 1. കഴുത്തിൽ പിടിക്കണ്ട, കഴുത്തിൽ പിടിക്കണ്ട. കൈ വെറുതെ ടച്ച് ചെയ്ത് വെച്ചാൽ മതി. കഴുത്തിൽ പിടിക്കണ്ട കേട്ടോ, കഴുത്തിൽ പിടിക്കണ്ട. 2, 3. യെസ്. ഓക്കെ, അടുത്ത ഹിപ്പ് റൊട്ടേഷൻ ആണ്. കൈ നടുവിന് പിടിക്കുക. കൈ നടുവിന് പിടിച്ചതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ കറക്കുക. 1, 2, 3. തിരിച്ച് 1, 2, 3. അടുത്ത കാലിന്റെ മുട്ടിനാണ്. കാലിന്റെ മുട്ട് മടക്കി സിംഗിൾ ഇങ്ങനെ കാലിന്റെ മുട്ട് മടക്കി ഉയർത്തുക, താക്കുക. കാലിന്റെ മുട്ട് മടക്കി ഉയർത്തി താക്കി. ഓക്കെ, 1, 2, 3, 4, 5, 6. കാലിന്റെ മുട്ട് മടക്കി ഉയർത്തണം, പൊക്കണം. കാല് കുത്തി താത്തി. 5, 6, 7. അടുത്തത് ആംഗിൾ റൊട്ടേഷൻ ആണ്. വലതുകാലിന്റെ ആംഗിൾ, വലതുകാലിന്റെ കുഴ തിരിക്കുക. 1, 2, 3. തിരിച്ചു വരണം. 1, 2, 3. അടുത്ത കാല് 1, 2, 3. ഓപ്പോസിറ്റ് 1, 2, 3. ചേഞ്ച്. അടുത്ത കാലിന്റെ കാൽ വിരൽ മടക്കി നോക്കുകയും ചെയ്യുക. കാൽ വിരൽ 1, 2, 3. അടുത്ത കാല് ഇടതുകാലത്തെ കാൽ വിരൽ മടക്കുക, 2, 3, 4. ഓക്കെ, ഇരിക്കാം, സുഖാസനം. ഇരുന്നോളൂ. സുഖാസനം. ഒരു നിമിഷം റിലാക്സ് ചെയ്തിരിക്കാൻ. കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുക. ചിന്മുദ്രയിൽ പിടിച്ചിട്ട് കൈയുടെ മുട്ടുമടക്കി തുടയിലേക്ക് ഇറക്കി വെച്ച് നടു തുറന്നിരിക്കണം. മുഖം ഉയർത്തി പിടിച്ചിരിക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. ഞാൻ പറയുന്ന ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചു വേണം ഇരിക്കാൻ. കണ്ണുകൾ അടച്ചിരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. കൈ വിരലുകളിലെ ഓരോ സന്ധികളിലേക്കും ശ്രദ്ധിക്കാം. ഓരോ ജോയിന്റ്സിലേക്കും ശ്രദ്ധിക്കാം. കൈക്കുഴകളിലേക്ക് ശ്രദ്ധിക്കാം. റിസ്റ്റ് ജോയിന്റിലേക്ക് ശ്രദ്ധിക്കാം. കൈമുട്ടുകളിലേക്ക് ശ്രദ്ധിക്കാം. എൽബോ ജോയിന്റ്സിലേക്ക് ശ്രദ്ധിക്കുക. ഷോൾഡർ ജോയിന്റ്സിലേക്ക് ശ്രദ്ധിക്കാം. തോളുകളിലേക്ക് ശ്രദ്ധിക്കാം.
ഹിപ്പ് ജോയിന്റിലേക്ക് ശ്രദ്ധിക്കാം, അരഭാഗത്തേക്ക് ശ്രദ്ധിക്കാം, നീ ജോയിന്റിലേക്ക് ശ്രദ്ധിക്കാം, മുട്ടുകളിലേക്ക്, കാൽ മുട്ടുകളിലേക്ക് ശ്രദ്ധിക്കാം, ആംഗിൾ ജോയിന്റിലേക്ക് ശ്രദ്ധിക്കാം, കാൽ കുഴകളിലേക്ക് ശ്രദ്ധിക്കാം, കാൽ വിരലുകളിലേക്ക് ശ്രദ്ധിക്കാം, അവസാനമായിട്ട് കാൽ വിരലുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് വിട്ടതിന് ശേഷം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക, ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. യെസ്. ഇനി നെക്ക് ജോയിന്റിനും കൂടി ചെയ്യാം, കഴുത്തിനുള്ള എക്സസൈസും കൂടി ചെയ്യാം. കൈ രണ്ട് മുട്ടയിലേക്ക് പിടിച്ചോളൂ, കൈ മുട്ടയിലേക്ക് പിടിച്ചോളൂ. ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ, ആദ്യം ചെയ്യേണ്ടത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മുകളിലേക്ക് നോക്കുക, ഇവിടെ നന്നായിട്ട് വലിയണം, കഴുത്തിന്റെ ഈ പേശി നട്ടു. ഒരു മിനിറ്റ്. ഞാൻ ചെയ്യുന്നത് ആദ്യം നോക്കി മനസ്സിലാക്കുക, അതിനുശേഷം ചെയ്യുക കേട്ടോ. അത് ഞാൻ കൗണ്ട് പറയും, അപ്പൊ ആ കൂടെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കുക, അതിനുശേഷം കൗണ്ട് പറയും ചെയ്യാം. ഇങ്ങനെ ഉയർത്തുക, തല ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് താത്തണം. അപ്പൊ താടി ചങ്കിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. മുകളിലേക്ക് ഇത് ചെയ്യുമ്പോൾ സാവധാനം ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് താത്തി. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻഹേൽ പറയുമ്പോൾ മുകളിലേക്ക് നോക്കണം. പോട്ടെ, ഇൻഹേൽ മുകളിലേക്ക് ചെയ്യൂ, എക്സേൽ താഴേക്ക്, താടി ചങ്കിലേക്ക് മുട്ടിക്കാൻ ശ്രമം നടത്തുക, നിർബന്ധമില്ല. ഇൻഹേൽ മുകളിലേക്ക്, എക്സേൽ താഴേക്ക്, ഇൻഹേൽ മുകളിലേക്ക്, എക്സേൽ താഴേക്ക്. മുഖം തെളിഞ്ഞിരിക്കട്ടെ, മുഖത്ത് ഇത്രയും കടുപ്പത്തിന്റെ ആവശ്യമില്ല, മുഖം തെളിഞ്ഞിരിക്കണം. സന്തോഷം വരണം എന്നാ പറഞ്ഞ കേട്ടോ, ലൈറ്റ് എടുത്തിട്ട് തെളിഞ്ഞിരിക്കണം എന്നല്ല, മുഖത്ത് ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാവണമെന്നാണ്. യെസ്, ഇന്ന് നിവർത്തി വെക്കാം. ഇനി അടുത്തത് സൈഡ് സൈഡ് ആണ്, നേരെ ഇരിക്കാം, നേരെ വെക്കാം. യെസ്, ഇനി വശങ്ങളിലേക്ക് തിരിക്കണം, അതായത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു, നേരെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ കൗണ്ട് പറയാം. 1 റൈറ്റ്, 2 3 4 5 6. സ്പീഡ് കുറച്ച് ചെയ്യണം ദിൽഷ, അത്ര സ്പീഡ് വേണ്ട കേട്ടോ, സ്പീഡ് കുറച്ച് ചെയ്യണം. സ്പീഡിലാ ചെയ്യുന്നെങ്കിൽ സ്പീഡ് ചെയ്യരുത്, സ്പീഡ് കുറച്ച് ചെയ്യാം. കേൾക്കാൻ പറ്റില്ല, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. കണക്ഷൻ പോയി ഇടയ്ക്ക് കണ്ടില്ലായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോ അടുത്ത വരുന്ന ചെയ്തു പോയാൽ മതി. ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ ഉണ്ട് കേട്ടോ. ഒരു കാര്യം മിസ്സായി പോയിട്ടില്ല. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഇട്ട് തരാം. തുടക്കഭാഗം വന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് തുടർന്ന് ചെയ്ത് പൊക്കോളൂ. ഇപ്പൊ ഓക്കെ അല്ലേ റൂബിയ? പിന്നെ റേഞ്ച് പോയോ? ഓക്കെ, മതി. ദിൽഷ, ഞാൻ കൗണ്ട് പറയുമ്പോഴേ ചെയ്യാവുള്ളൂ, ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഞാൻ കൗണ്ട് പറയുമ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി വശങ്ങളിലേക്ക് ചെരിക്കണം. വശങ്ങളിലേക്ക് ചെരിക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് തോളിലേക്ക് മുട്ടിക്കാൻ ശ്രമം നടത്തുക. നിർബന്ധമില്ല, പറ്റുന്ന പോലെ. നേരെ വന്നു, അടുത്ത വശത്തേക്ക് ചെരിക്കുക, വീണ്ടും നേരെ വന്നു, അടുത്ത വശത്തേക്ക് തിരിച്ചു. 3 4. നേരെ വന്നിട്ട് സാവധാനം ചിരിച്ച് ചെവിയിലേക്ക് മുട്ടിക്കും. ഓക്കെ, മതി. കൈ ചിന്മുദ്രയിലേക്ക് കൊണ്ടുപോകാം. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം തള്ളവെള്ളം തുമ്പുകൾ തമ്മിൽ മുട്ടിച്ചിട്ട് കൈയുടെ മുട്ട് മടക്കി തുളയിലേക്ക് ഇറക്കി വെക്കുക. കണ്ണുകൾ അടച്ചിരിക്കുക. നെക്ക് ജോയിന്റിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക കേട്ടോ. നെക്ക് ജോയിന്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. കണ്ണുകൾ അടച്ചിരിക്കണം. കണ്ണുകൾ അടച്ച് തല നേരെ വെച്ചിരിക്കൂ. നടുവ് തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ച് കണ്ണുകൾ അടച്ച് നെക്ക് ജോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാം. കഴുത്തിന്റെ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം. മുഖം തെളിഞ്ഞിരിക്കണം. സന്തോഷം. ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക. ഓക്കെ, ഇനി നമ്മൾ കിടന്നുകൊണ്ടുള്ള പോസ്റ്റേഴ്സ്, കിടന്നുകൊണ്ടുള്ള ആസനാസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആസനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ചിട്ടപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ.
ആസനം എന്ന് പറയുന്നത് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആസനം നമ്മുടെ ശരീരത്തെ ചിട്ടപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യിക്കുന്നത്. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിക്കത്തില്ല. അതായത് യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളഞ്ഞ് തിരിഞ്ഞ് ഒടിഞ്ഞ് മറിഞ്ഞ് ചെയ്താൽ മാത്രമേ യോഗ ആവുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് ലളിതമായിട്ടുള്ള രീതിയിലും ചെയ്യാം. അതുകൊണ്ടും അത് കറക്റ്റായിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും. അപ്പൊ ആ രീതിയാണ് ചെയ്യുന്നത്. ഇപ്പൊ കിടന്നുകൊണ്ടുള്ള പോസേഴ്സ് ആണ് ആദ്യം ചെയ്യിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. കിടക്കുമ്പോൾ നേരെ പുറകിലേക്ക് കിടക്കാൻ പാടില്ല. എണീക്കുമ്പോൾ നേരെ എണീക്കാൻ പാടില്ല. അതായത് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതിന് ശേഷം വേണം മലർന്ന് കിടക്കാൻ. തിരിച്ചെണീക്കുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നിട്ട് വേണം എണീക്കാൻ, നിവർന്ന് എണീക്കാൻ കേട്ടോ. കിടന്നിട്ട് ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്ററാണ്, ഞാൻ ചെയ്ത് കാണിക്കാം. അത് ശ്രദ്ധിക്കുക, അതിനുശേഷം ചെയ്യാം. അപ്പൊ ഞാൻ മാറ്റിട്ടേക്കുന്നത് കണ്ടല്ലോ അവിടെ, ഇതുപോലെ മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. നിങ്ങളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, നിങ്ങൾ ചെയ്തത് കാണാൻ പറ്റും. ആ രീതിയിൽ മാറ്റിയിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ ഇടതുവശത്തേക്ക് കാലുകൾ നീട്ടി വെച്ചിട്ട് വലതുവശത്തേക്ക് രണ്ട് കൈ കൂട്ടി ഇങ്ങനെ ചെരിയണം. ചെരിഞ്ഞിട്ട് ഇതുണ്ടോ, വലത് കൈ ഇങ്ങനെ തെന്നിച്ച് വിടുമ്പോഴത്തേനും വലത് കൈ ഇങ്ങനെ തെന്നിച്ച് വിടുമ്പോൾ നമ്മൾ ചെരിഞ്ഞ് കിടക്കണം. വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കണം. തിരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കണം. തിരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കണം. അതിനുശേഷം കാൽപാദം ചേർത്ത് വെക്കണം, കൈകൾ വശം ചേർത്ത് വെക്കണം. ഹസ്തമസ എന്ന് പറയുന്ന പോസ്റ്റാണ് നമ്മൾ ചെയ്യണം. ഹസ്തമസ കഴിയുന്നത് ഉത്തമം ഉയർത്തുക, സിമ്പിളാണ്. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇതുപോലെ ഉയർത്തി 90 ഡിഗ്രി കൊണ്ടുവന്ന് 190 ഡിഗ്രിയിലേക്ക് പുറകിലേക്ക് വെച്ചു. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തിരിച്ച് വന്നതുപോലെ തന്നെ തിരിച്ചു താത്തി താഴേക്ക് വെച്ചു. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി 190 ഡിഗ്രിയിലേക്ക് കൊണ്ടുവച്ചു. ശ്വാസം ഇട്ടുകൊണ്ട് തിരിച്ച് സാവധാനം താത്തി താഴേക്ക് വെച്ചു. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ തിരിച്ചു എണീക്കുന്നതും കണ്ടോ, ഈ വലതിനെ ഇതുപോലെ പുറകെ വെച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതിന് ശേഷം ആണ് എണീക്കുന്നത്. നേരെ എണീക്കുമല്ല, വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതിന് ശേഷമാണ് എണീറ്റത്. ഓക്കെ, ചെയ്യൂലേ? ഇടതുവശത്തോട് കാല് നീട്ടി വെക്കുക, ഇടതുവശത്തേക്ക് കാല് നീട്ടി വെക്കുക, ഇടതുവശത്തേക്ക് കാല് നീട്ടി വെച്ച് ക്യാമറയുടെ നേരെ കാല് നീട്ടി വെക്കുന്നത് ഇടതുവശത്തേക്ക് നീട്ടി വെക്കണം. അങ്ങനെ നീട്ടി വെച്ചാൽ ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റില്ല. ഇടതുവശത്തേക്ക് കാല് നീട്ടി വെക്കുക, ഇടതുവശം. ഇടതുവശം രശ്മി, ഇടതുവശം. അങ്ങോട്ട് കാല് അങ്ങോട്ട് നീട്ടി വെക്കൂ. തിരിച്ച് രശ്മി കാല് അങ്ങോട്ട് നീട്ടി വെക്കൂ, തിരിച്ചു വെക്കൂ. കാല് ഇങ്ങോട്ട് പോട്ടെ. ഇപ്പൊ തല വെക്കാൻ പോകുന്നിടത്ത് കാല് വെക്കൂ. യെസ്. ഇനി വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. രണ്ട് കൈയും വലതുവശത്ത് കുത്തി വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ക്യാമറയുടെ നേരെ കാല് നീട്ടി വെച്ച് കിടക്കരുത്. ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. യെസ്. വിവ കാണത്തില്ല. ചെരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്നു കിടക്കാം. ചെരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് യെസ്, ഓക്കെയാണ്, കിടന്നോളൂ. വിവ ഈ സൂമിലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഓപ്ഷൻ ഓൺ ആയി കിടക്കുവാണ്. അടുത്ത ദിവസം അത് ഓഫ് ആക്കണം കേട്ടോ. വ്യക്തമല്ല. ഇപ്പൊ ഓഫ് ആക്കാൻ പറ്റിയെങ്കിൽ അറിയെങ്കിൽ ഓഫ് ആക്കിക്കോളും. ബ്ലർ ഓപ്ഷൻ ഓൺ ആയി കിടക്കുവാണ് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അതോ അടുത്ത ദിവസം ഓഫ് ആക്കിയാൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആയി കിടക്കുവാണ്, ഓഫ് ആക്കണേ. കിടന്നോളൂ, അത്യാവശ്യം കാണാം, കുഴപ്പമില്ല. റോബിയ കാണത്തില്ല. ഫാനാണോ യോഗ ചെയ്യുന്നത്? ക്യാമറ ആദ്യം ചെയ്യും. റോബിയ കിടന്നോളൂ. ദിൽഷ കുഴപ്പമില്ല, അങ്ങനെ കിടന്നോളൂ. ഇന്നിപ്പോ അങ്ങനെ കിടന്നോ കേട്ടോ. അടുത്ത ദിവസം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. കാൽപാദം ചേർത്ത് കൈകൾ വശങ്ങളിൽ ചേർത്ത് വെച്ച് കിടക്കുക. കിടന്നോളൂ. കാൽപാദം ചേർത്ത് കൈകൾ വശങ്ങളിൽ ചേർത്ത് വെച്ച് കിടക്കുക. ഞാൻ ചെയ്തത് കണ്ടല്ലോ അല്ലെ? കൈകളാണ് ഉയർത്തേണ്ടത്. ശ്വാസഗതിക്ക് അനുസരിച്ച് കൈകൾ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് 180 ഡിഗ്രി പുറകിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ചെയ്യാം. ശ്വാസം എടുത്തോണ്ട് കൈകൾ ഉയർത്തി 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്ന് 180 ഡിഗ്രിയിലേക്ക് പുറകിലേക്ക് വെച്ചു. ദിൽഷ കാൽപാദം ചേർത്ത് വെച്ച് ചെയ്യാം. കൈ ഉയർത്തി പുറകിലേക്ക് കൊണ്ടുപോകും, പുറകിൽ കൊണ്ടു വെക്കാം. കാൽപാദം ചേർന്നിരിക്കട്ടെ. അപ്പൊ ഈ കൈ പുറകിൽ പോകുമ്പോൾ കാൽപാദം താഴേക്ക് നീട്ടി പിടിക്കണം. അപ്പൊ കൈ മുതൽ കാലിന്റെ പാദം വരെ നന്നായിട്ട് ശരീരം സ്ട്രെച്ച് ചെയ്ത് നിൽക്കണം, വലിഞ്ഞു നിൽക്കണം. ശരീരം നന്നായിട്ട് വലിയണം. അപ്പൊ കാലിന് ഒരാൾ താഴെ പിടിച്ച് വലിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കൈയെ പിടിച്ച് ഒരാൾ മേലേക്ക് വലിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതുപോലെ വലിഞ്ഞു നിൽക്കണം ശരീരം. യെസ്. എക്സേൽ. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ സാവധാനം താത്തി താഴേക്ക് ശരീരത്തിന്റെ വശങ്ങളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. സാവധാനം. Exhale.
Inhale. Exhale. Inhale. Exhale. Inhale. ശ്വാസം എടുത്തുകൊണ്ടാണ് കൈ പുറകിൽ കൊണ്ട് വെക്കേണ്ടത് കേട്ടോ. Exhale. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈകൾ താഴേക്ക് കൊണ്ടുപോകുന്നു. ഇനി റിലാക്സ് ചെയ്യാം. മലർന്ന് കിടന്നിട്ടുള്ള റിലാക്സ് വിശ്രമാസനം എന്ന് പറയുന്നത് കാൽപാദം അകന്നിരിക്കണം. കാൽപാദം അകത്തി വെക്കുക. കൈകൾ അകത്തി കൈയുടെ ഉൾവശം മുകളിലേക്ക് തിരിച്ചു വെച്ച് കിടക്കുക. ബലം പിടിക്കരുത്. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കാം. കാലകത്തി കാൽപാദങ്ങൾ അകത്തി വെച്ചു. കൈകൾ ശരീരത്തോട് വിട്ട് അല്പം അകത്തി വെച്ചു. കൈയുടെ ഉൾവശം മുകളിലേക്ക് തിരിച്ചു വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കാം. ലങ്സിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കുക. എല്ലാ അറകളിലേക്കും ശ്രദ്ധിക്കുക. അതുപോലെ തോളിന്റെ ഭാഗങ്ങളിലേക്കും പുറം ഭാഗത്തേക്കും ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കണം. ദീർഘമായി ശ്വാസം എടുത്തതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ഞാൻ ചെയ്യുന്നത് നോക്കുക. അടുത്ത ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം ചെയ്യാം കേട്ടോ. ഒന്ന് ചെരിഞ്ഞു കിടക്കുക. കണ്ണ് തുറന്നിട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുക. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടന്നതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നോക്കുക. രണ്ട് കാലിലെ മുട്ട മടക്കി കാൽപാദം ചവിട്ടി പിടിക്കണം. രണ്ട് കാലിലെ മുട്ട മടക്കി കാൽപാദം മാറ്റി ചവിട്ടി പിടിക്കണം. ചവിട്ടി പിടിച്ചതിന് ശേഷം ഏകപാദാസനം. ഒരു കാല് മാത്രം ഉയർത്തുക. മുട്ട നിവർത്തിയിട്ട് 90 ഡിഗ്രി വരെ ഉയർത്താം. മുട്ട നിവർത്തി എത്ര ഉയർത്താൻ പറ്റുമോ അത്ര ഉയർത്താവണം. ഓക്കെ. ഇപ്പൊ ഞാൻ 90 ഡിഗ്രി ഉയർത്തിച്ചേക്കണം. ഇനി കണ്ണിൽ മുട്ട ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇവിടെ പൊക്കിയാൽ മതി. ഇങ്ങനെ പൊക്കി കുത്തണ്ട. ഒത്തിരി സ്ട്രെയിൻ ചെയ്യണ്ട. എത്രയാണോ പൊക്കാവുന്നത് എത്രയും പൊക്കിയാൽ മതി. 90 ഡിഗ്രി വരെ മാക്സിമം ശ്വാസം കിട്ടുന്നത് കണക്ക്. അടുത്ത കാലം അതുപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് 90 ഡിഗ്രി വരെ ഉയർത്താൻ ശ്രമിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാത്തു വെച്ചു. ഏകപാദോപാസന 90 ഡിഗ്രി. റെഡി. രണ്ട് കാലിലെ മുട്ട് മടക്കി കാൽപാദം ചവിട്ടി പിടിക്കുക. കിടക്കാം. വിശ്വാം. രണ്ട് കാലിന്റെ മുട്ട് മടക്കി കാൽപാദം ചവിട്ടി പിടിച്ചു. കാലിന്റെ പാദം ഷോൾഡർ ലെവൽ ആകുന്നിരിക്കണം കേട്ടോ. കൈകൾ വശങ്ങളിൽ ചേർത്ത് വയ്ക്കുക. ശരീരത്തോട് ചേർത്ത് കൈയുടെ പത്തി മാറ്റാൽ അമർത്തി വെക്കണം. കൈപ്പത്തി മാറ്റാൽ അമർത്തി വെക്കണം. വലത് കാലിൽ ആരംഭിക്കാം. വലത് കാല് 90 ഡിഗ്രി വരെ ഉയർത്താൻ ശ്രമിക്കുക. ശ്വാസഗതിക്ക് അനുസരിച്ച് ഞാൻ പറയാം. ഞാൻ ഇൻഹേൽ എക്സേൽ പറയും. അതിനനുസരിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ. ഇൻഹേൽ. വലത് കാലം ഉയർത്താം. 90 ഡിഗ്രി ഉയർത്താൻ ശ്രമിക്കും. തല നേരെ വെച്ചോ. ലക്ഷ്മി തല തിരിച്ചു വെക്കാതെ. യെസ്. എക്സേൽ. താത്തി. അടുത്ത കാല് ഇൻഹേൽ. എക്സേൽ. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഓക്കെ. കാല് ഉയർത്തി പിടിക്കുമ്പോൾ വിരലുകൾ മുകളിലേക്ക് കൊണ്ട് നീട്ടി പിടിക്കാൻ ശ്രമിക്കണേ. അടുത്ത ദിവസങ്ങൾ ചെയ്യും. അപ്പൊ ശരിയായി വന്നോളൂ. ഓക്കെ. റിലാക്സ് ചെയ്യാം. രണ്ട് കാലിലെ മുട്ട നിവർത്തി കാൽപാദം നീട്ടി വെക്കുക. വിശ്രമാസനം. മലർന്നു കിടന്നുള്ള വിശ്രമാസനം. കാൽപാദം അകത്തി കൈകൾ അകത്തി വെക്കുക. കൈയുടെ ഉൾവശം മുകളിലേക്ക് തിരിച്ചു വെക്കുക. കൈയുടെ ഉൾവശം കമത്തിയല്ല, കൈ തിരിച്ചിരിക്കണം. കൈയുടെ ഉൾവശം മുകളിലേക്ക് തിരിച്ചു വെച്ച് തല നേരെ വെച്ച് കിടക്കുക. കണ്ണുകൾ അടച്ചു കിടക്കാം. കാലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നട്ടലിന്റെ ഭാഗങ്ങളിലേക്കും
ഉദരപേശികളിലേക്ക് ശ്രദ്ധിച്ചു കിടക്കണം. കണ്ണുകൾ അടച്ചു കിടക്കണം. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം കണ്ണു തുറക്കുക. ഓക്കെ, വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ഞാൻ ചെയ്യുന്നത് നോക്കുക, അതിനുശേഷം ചെയ്യാം. അടുത്ത ഞാൻ ചെയ്ത് കാണിക്കാം. ചെയ്യുന്നത് നോക്കുക, അതിനുശേഷം ചെയ്യാം. കാൽപാദം ചവിട്ടത്തിന് കിടക്കാം. കാൽപാദം ചവിട്ടത്തിന് ചെയ്യാം. അർദ്ധപവന മുക്താസന എന്ന് പറയുന്ന കോഴ്സാണ് കേട്ടോ. അർദ്ധപവന മുക്താസനം. വയറിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ കോഴ്സ്. ഓക്കെ, ചെയ്യേണ്ടത് കാൽ ചവിട്ടി പിടിച്ച് കിടന്നതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഈ കാലിങ്ങനെ മടക്കുക. വലത് കാലിങ്ങനെ മടക്കി കയ്യിൽ നിന്നും ലോക്ക് ചെയ്ത് പിടിക്കും. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട്. ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് കാല് നന്നായിട്ട് വലിച്ചടുപ്പിച്ചിട്ട് തല പൊക്കി മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. നിർബന്ധമില്ല, ഇപ്പൊ എത്ര വരുന്നോ അത്രയും ചെയ്താൽ മതി. ശ്വാസം എടുത്തുകൊണ്ട് തല താത്തി, ശ്വാസം വിട്ടുകൊണ്ട് കാല് താത്തി വെച്ചു. അടുത്ത ഇൻഹേൽ, കാല് ലോക്ക് ചെയ്തു. ഇൻഹേൽ കണ്ണടക്കി, എക്സ്ഹേൽ കാല് താത്തി വെച്ചു. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. റെഡി. കാല് ചവിട്ടി പിടിക്കാം. രണ്ട് കാലിലെ മുട്ട് മടക്കി കാൽപാദം ചവിട്ടി പിടിക്കുക. തല നേരെ വെച്ചു. തല തിരിച്ചു വെക്കണ്ട, നേരെ വെക്കൂ. പെടലിക്ക് വേദന വരും, രശ്മി. തല എങ്ങനെ തിരിച്ചു വെച്ച് കിടന്നാൽ വേദന വരും. തല നേരെ വെച്ച് കിടക്കുക കേട്ടോ. ഓക്കെ, കാലിന്റെ മുട്ട് മടക്കി കാൽപാദം ചവിട്ടി പിടിക്കുക. ഇപ്പൊ പലരെയും മൊത്തം കാണുന്നില്ല. അപ്പൊ അടുത്ത ക്ലാസ് തൊട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പൂർണ്ണമായും കാണാൻ പറ്റുന്ന രീതിയിൽ വേണം ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ്. ഓക്കെ, വലത് കാല് ഒന്ന് ലോക്ക് ചെയ്ത് പിടിക്കാം. ഇൻഹേൽ ആണ് കേട്ടോ. ഒന്ന് ലോക്ക് ചെയ്ത് പിടിക്കുക, കൈ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. ഇൻഹേൽ ആണ്. എക്സേൽ, ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് കാല് വലിച്ചടുപ്പിച്ചിട്ട് തല പൊക്കി മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ആ, കഴുത്തിന് വേദനയുള്ളവര് അധികം ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ഇൻഹേൽ, തല താത്തി. എക്സേൽ, കാല് താത്തി വെച്ചു. അടുത്ത കാല് ചെയ്യരുത്. ഞാൻ അടുത്ത കാലെന്ന് പറയും, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ചാടിക്കയറി അടുത്ത കാല് ചെയ്യരുത്. കാല് താത്തി വെക്കാം. വലത് കാല് താത്തി വെക്കൂ. ഇടത് കാല്. അടുത്തത് ഇടത് കാല്. ഇൻഹേൽ, ഇടത് കാല് ലോക്ക് ചെയ്തു. ഇടത് കാല് ലോക്ക് ചെയ്തു. ആ, എക്സേൽ, ശ്വാസം വിട്ടുകൊണ്ട് കാല് വലിച്ചെടുപ്പിക്കുക. മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ, തല താത്തി വെച്ചു. ഇൻഹേൽ, തല താത്തി വെച്ചു. എക്സേൽ, കാല് താത്തി വെച്ചു. ഓക്കെ, അടുത്തത് വലത് കാല്. കാല് ചവിട്ടി പിടിക്കണേ. എല്ലാവരും കാല് മുട്ടുമടക്കി കാല് ചവിട്ടി പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അടുത്ത വലത് കാല്. ഇൻഹേൽ, ഇൻഹേൽ, ലോക്ക് ചെയ്തു. എക്സേൽ, തല ഉയർത്തി മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. മനീഷ, സ്പീഡ് കൂടുതലാണ്. ഞാൻ പറയുന്നതിന്റെ ഒപ്പമല്ല ചെയ്തു പോകുന്നത് കേട്ടോ. ഇൻഹേൽ, തല താത്തി വെച്ചു. എക്സേൽ, കാല് താത്തി വെച്ചു കേട്ടോ. ഞാൻ പറയുന്നതിന്റെ കൂടെ ചെയ്തു നോക്കേ, സ്പീഡിൽ ചെയ്തു പോലെ. അടുത്ത ഇടതുകാലം. ഇൻഹേൽ, ഇടതുകാലം ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തു. തല പൊക്കരുത് ഇപ്പൊ. എക്സേൽ, ഇനിയാണ് തല പൊക്കേണ്ടത്. ശ്വാസം വിട്ടുകൊണ്ട് തല പൊക്കി മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ, തല താത്തി. എക്സേൽ, കാല് താത്തി വെച്ചു. കാല് താത്തി വെച്ചു. വലത് കാലം. ഇൻഹേൽ, എക്സേൽ, മൂക്ക്. ഇൻഹേൽ, എക്സേൽ, തല താത്തി, കാല് താത്തി വെച്ചു. തല താത്തി വെച്ചു, കാല് താത്തി വെച്ചു. അടുത്ത കാലം. ഇൻഹേൽ, എക്സേൽ. എക്സേൽ പറഞ്ഞു. ആ, ഇൻഹേൽ, എക്സേൽ, തല താത്തി വെച്ചു, കാല് താത്തി വെച്ചു. ഒരു തവണ കൂടി ചെയ്യാം. വലത് കാല്. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. അടുത്ത കാല്. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. ഓക്കെ, റിലാക്സ്. കാലിന്റെ മുട്ട് നിവർത്തി വയ്ക്കുക. രണ്ട് കാലിന്റെ മുട്ട് നിവർത്തി വെച്ചു. കാൽപാദം അകത്തി, കൈകൾ അകത്തി. കൈയുടെ ഉൾവശം മുകളോട് തിരിച്ചു വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കാം. കൈയുടെ ഉൾവശം മുകളോട് തിരിച്ചു വെക്കുക. കണ്ണുകൾ അടച്ചു കിടക്കാം. കാല് നീട്ടി വെക്കാം. മുട്ട നിവർത്തി കാല് നീട്ടി വെക്കുക.
ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ചെരിഞ്ഞു കിടക്കാം. വലതുവശത്തോട്ട് കണ്ണ് തുറക്കല്ലേ, വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ വലത് കൈ 180 ഡിഗ്രി പുറകിലേക്ക് ഇങ്ങനെ പൊക്കി വെക്കുക. ഞാനിവിടെ ചെയ്ത് കാണിച്ചായിരുന്നു. ഞാൻ കിടക്കുമ്പോൾ എണീക്കുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നു. വലത് കൈ 180 ഡിഗ്രി പുറകിലേക്ക് ഉയർത്തി വെക്കാം. എന്നിട്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടന്നതിന് ശേഷം ഇടത് കൈ ചങ്കിന് മുമ്പിൽ അമർത്തി കുത്തി നിവർന്ന് സുഖാസനത്തിലേക്ക് വരാം. ഇടത് കൈ ചങ്കിന് മുമ്പിൽ നിലത്ത് കുത്തു. വലതുവശത്ത് മാറ്റൽ നിലത്ത് കുത്തിക്കേ. നിലത്ത് എണീക്കാം. നിവർന്നിരിക്കുക. കൈ കുത്തി നിവർന്നിരിക്കുക. സുഖാസനം. കൈകൾ ചിന്മുദ്രയിൽ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരിക്കാം. കണ്ണ് അടച്ചു തന്നെയാണ് ഈ കണ്ണ് തുറക്കാൻ പറഞ്ഞിട്ടില്ല. നിവർന്നിരുന്ന ഒരു 3 സെക്കൻഡ് ഇരുന്നതിന് ശേഷം വേണം സാവധാനം വേണം കണ്ണ് തുറക്കും. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. യെസ്. അടുത്ത ഇരുന്നുകൊണ്ട് ഉള്ള ഒരു പോസ്റ്റർ ചെയ്യാം. ഇരുന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ചെയ്യാം. രണ്ട് കാലിലെ മുട്ട് മടക്കി ഇതുപോലെ ചവിട്ടി പിടിക്കുക. ചവിട്ടി പിടിച്ചതിന് ശേഷം വലതുകാലിന് മുട്ട് വലതുവശത്തേക്കും ഇടതുകാലിന് മുട്ട് ഇടതുവശത്തേക്കും ചാച്ചിടുക. എന്നിട്ട് ഇപ്പൊ കാലിന്റെ ഉൾവശം തമ്മിൽ ചേർന്ന് വരും. കാലിന്റെ ഉൾവശം തമ്മിൽ ചേർന്ന് വരും. എന്നിട്ട് കൈ ഇന്റർലോക്ക് ചെയ്തിട്ട് കാൽപാദം പിടിക്കുക. നടുവ് നോർന്നിരിക്കുക. നടുവ് നോർന്നിരിക്കണം. കാല് നന്നായിട്ട് വലിച്ചടിപ്പിക്കുക. ഇനി ചിത്രശലഭത്തിന് ചിറകൾ അടിക്കുന്ന പോലെ കാലിന്റെ മുട്ടിനെ ഇതുപോലെ ഉയർത്തി താത്തുകൊണ്ടിരിക്കും. ഉയർത്തി താത്തും. ബട്ടർഫ്ലൈ ഇല്ലെങ്കിൽ ബദ്ധകോണാസന എന്നാണ് ഇത് പറയുന്നത് കേട്ടോ. ബദ്ധകോണാസന ഇനി ബട്ടർഫ്ലൈ പോസ്റ്റർ. ഇതാണ് ചെയ്യണം. 30 സെക്കൻഡ് ചെയ്യണം. ഞാൻ കൗണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. നടു തുറന്നിരിക്കണം. ഒക്കെ ഉയർത്തി പിടിച്ചിരിക്കുക. റെഡി. ഇരുന്നോ മനീഷ? ഇരുന്നില്ലല്ലോ. റെഡി. യെസ്. നേരെ നമുക്ക് ഇരിക്കാം. സ്റ്റാർട്ട്. 1 2 3 4 5. നന്നായിട്ട് ഉയർത്തി താത്തു. 6. ഞാൻ സെക്കൻഡ് ആണ് പറയുന്നത്. നിങ്ങൾ ഉയർത്തി താത്തുകൊണ്ടിരിക്കണം. ചിത്രശലഭത്തിന് ചിറകൾ അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കണം. 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10. ഇനി കാലനക്കണ്ട. ആ പൊസിഷനിൽ അങ്ങനെ തന്നെ ഇരിക്കുക. കാലനക്കണ്ട. ആ പൊസിഷനിൽ അങ്ങനെ തന്നെ കണ്ണുകൾ അടച്ചിരിക്കുക. കണ്ണടച്ചിരിക്കുക. ആ പൊസിഷനിൽ കണ്ണുകൾ അടച്ചിരിക്കുക. നടു തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ച് കണ്ണുകൾ അടച്ചിരിക്കുക. കാലനക്കണ്ട. 30 സെക്കൻഡ് കണ്ണുകൾ അടച്ചിരിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. രണ്ട് കാലം മുമ്പിലേക്ക് നീട്ടി വെക്കാം. നേരെ ചവിട്ടി പിടിച്ചതിന് ശേഷം രണ്ട് കാലം മുമ്പിലേക്ക് നീട്ടി വെച്ചു. കൈകൾ വശങ്ങളിൽ പുറയിലേക്ക് ഇറക്കി കുത്തി പുറയിലേക്ക് ചാഞ്ഞിരിക്കാം. ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ അടച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകൾ അടച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കൈകൾ വശങ്ങളിൽ പുറകിൽ ഇറങ്ങി കുത്താം. പുറകിലേക്ക് ചാഞ്ഞിരിക്കണം കേട്ടോ. യെസ്. കാലകത്തിൽ വെച്ചോളൂ. ബലം പിടിച്ചിരിക്കരുത്. റിലാക്സേഷൻ എന്ന് പറയുന്നതിന് ബലം പിടിക്കാൻ പാടില്ല. ബലം പിടിക്കാതെ റിലാക്സ് ചെയ്തിരിക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം കണ്ണുകൾ തുറക്കാം. യെസ്. സുഖാസനത്തിലേക്ക് ഇരിക്കാം. രണ്ട് കാലിനെ മുട്ടി ഇതുപോലെ മടക്കി ചവിട്ടണം. മടക്കി ചവിട്ടിയതിന് ശേഷം വേണം സുഖാസനത്തിലേക്ക് കാല് ഇങ്ങനെ വെക്കാൻ. ഇങ്ങനെ ഇരിക്കുന്ന കാല് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ ഇരിക്കുന്ന കാല് ചവിട്ടി പിടിക്കുക. മുട്ടിൽ നീ ശേഷം വേണം ഇങ്ങനെ മടക്കി വെക്കാൻ. ഓക്കെ. അടുത്തത് ശ്വസന വ്യായാമങ്ങളാണ്. ശ്വസന വ്യായാമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. രണ്ട് കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ട് കൈ ഇങ്ങനെ വയറിലേക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ. ഇനി വയറിലാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്വാസം എടുക്കുമ്പോൾ വയറ് നിറഞ്ഞു വരണം. ശ്വാസം വിടുമ്പോൾ വയറ് താഴേക്ക് താന്നു പോകും. അത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈകൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഹേല് 1 2 3 4 5 എന്ന് കൗണ്ട് പറയും.
അപ്പൊ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല, ശ്വാസം ത്രൂ എടുത്തുകൊണ്ടിരിക്കണം. ഉള്ളിലേക്ക് എടുത്ത് 5ാമത്തെ കൗണ്ട് എത്തുമ്പോൾ പൂർണ്ണമായും എടുത്ത് നിറയ്ക്കണം, വയറ് നിറഞ്ഞു വരണം. എക്സേൽ 1 2 3 4 5 5ാമത്തെ കൗണ്ട് എത്തുമ്പോൾ പൂർണ്ണമായും ശ്വാസം വെളിയിലേക്ക് വിട്ടു തരണം. അപ്പൊ ഞാൻ ഇൻഹേൽ 1 2 3 4 5 എന്ന് പറയും, അതുപോലെ എക്സേൽ 1 2 3 4 5 എന്ന് പറയും. അപ്പൊ ത്രൂ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, തിരിച്ച് ശ്വാസം ഉള്ളിലേക്ക് ത്രൂ വിട്ടുകൊണ്ടിരിക്കുക. ശ്വാസം എവിടെയും ഹോൾഡ് ചെയ്യുന്നില്ല കേട്ടോ, പിടിച്ചു വെക്കുന്നില്ല, ശ്വാസം എടുക്കുക, എടുത്ത് നിറഞ്ഞു കഴിയുമ്പോൾ ശ്വാസം വിട്ടു തീർക്കുക. ഓക്കെ, റെഡി. കൈയിൽ വെച്ചോളൂ. കണ്ണുകൾ അടച്ചാണ് ചെയ്യേണ്ടത്. ആ, കണ്ണുകൾ അടച്ചാണ് ചെയ്യുന്നത്. കണ്ണടച്ചിരിക്കുക, നടു തുറന്നിരിക്കട്ടെ. ഉദരശ്വസനം, വയറ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇൻഹേൽ 1 2 3 4 5 എന്നറിയട്ടെ. എക്സേൽ 1 2 3 4 5 പൂർണ്ണമായി ശ്വാസം വിട്ട് തീർക്കുക. കൈ വയറിലേക്ക് വെക്കൂ സ്നേഹ, കൈ വയറിലേക്ക് വെക്കണം. കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്തിട്ട് വയറിൽ വെക്കണം കേട്ടോ. ആ വയർ ഉയർന്ന് താഴ്ന്ന് സെൻസ് ചെയ്യാനാണ് കൈ വയറിൽ വെക്കാൻ പറഞ്ഞത് കേട്ടോ. ഇൻഹേൽ 1 2 3 4 5. Exhale 1 2 3 4 5. Inhale 1 2 3 4 5. Exhale 1 2 3 4 5. Inhale 1 2 3 4 5. Exhale 1 2 3 4 5. Inhale 1 2 3 4 5. Exhale 1 2 3 4 5. Yes. കൈകൾ ചിന്മുദ്രയിൽ, കൈകൾ ചിന്മുദ്രയിൽ. കണ്ണു തുറക്കണ്ട, കൈകൾ ചിന്മുദ്രയിലേക്ക് കൊണ്ടുവരിക. കൈകൾ ചിന്മുദ്ര, ഇത് മറന്നു പോകരുത്. ചിന്മുദ്ര, ജ്ഞാനമുദ്ര. കൈയുടെ മുട്ട് മടക്കി തുടയിലേക്ക് ഇറക്കി വെക്കുക. കൈ മലർന്നിരിക്കണം, കൈയുടെ ഉൾവശം മുകളിലോട്ട് തിരിഞ്ഞിരിക്കണം. കണ്ണടച്ചാണ് ഇരിക്കേണ്ടത് കേട്ടോ. കണ്ണുകളടച്ച് സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി കണ്ണ് തുറക്കണ്ട. കണ്ണ് തുറക്കാതെ ഇടതുവശത്തേക്ക് കാലെണ്ണം നീട്ടി വെക്കുക. ഇടതുവശത്തേക്ക് കാലെണ്ണം നീട്ടി വെച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കാം. ഇടതുവശത്തേക്ക് കാല് നീട്ടി വെക്കുക. ഇടതുവശത്തോട്ട് നീട്ടി വെക്കാൻ പറഞ്ഞത് ചെരിഞ്ഞു കിടക്കുമ്പോൾ ക്യാമറയുടെ നേരെ ചെരിഞ്ഞു കിടക്കണം. അതുകൊണ്ടാണ് ഇടതുവശത്തോട്ട് കാല് നീട്ടി വെക്കാൻ പറഞ്ഞത്. ഇപ്പൊ തല വെക്കാൻ പോകുന്നിടത്ത് കാല് വെക്കണം. തല വെക്കാൻ പോകുന്നിടത്ത് കാല് വെക്കണം. ഇപ്പോഴേ ചെരിഞ്ഞു കിടക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. യെസ്. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കാം. വലതുവശത്തേക്ക് സ്നേഹ തിരിച്ചു കാല് വെക്കൂ. കാല് തിരിച്ചു വെക്കൂ. അപ്പുറത്തോട്ട് വെക്കുക. അങ്ങനെയല്ല, ക്യാമറയുടെ നേരെ വെക്കരുത്. ക്യാമറയുടെ നേരെ വെച്ച് കിടക്കാതെ. അവിടെ സ്ഥലമുണ്ടല്ലോ ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ല. തൽക്കാലം അങ്ങനെ കിടന്നോളൂ, പറ്റുന്ന പോലെ കിടക്കുക. ക്യാമറയുടെ നേരെ തലയും കാലൊന്നും വരാൻ പാടില്ല, ചെരിഞ്ഞു കിടക്കണം. ഞാൻ ഇവിടെ മാറ്റിയിട്ടേക്കുന്നുണ്ടോ, അതുപോലെ മാറ്റിയിട്ടിട്ട് വേണം ഇരിക്കാൻ കേട്ടോ. കിടക്കുക, എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. യോഗ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ ചെയ്യേണ്ട രീതി ചെയ്തില്ലെങ്കിൽ നേരെ അത് തിരിച്ച് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിൽ, ചെയ്യുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ വേണം അടുത്ത ദിവസം തൊട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇപ്പൊ തൽക്കാലം അങ്ങനെ തന്നെ കിടന്നോളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുക. മലർന്ന് കിടക്കുക കേട്ടോ. ചെരിഞ്ഞ് കിടന്നതിന് ശേഷം മലർന്ന് കിടക്കുക. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുക. മലർന്ന് കിടക്കാം. യെസ്. കാൽപാദം അകത്തി, കൈകൾ അകത്തി, കൈയുടെ ഉൾവശം ഉള്ളിലോട്ട് തിരിച്ചു വെച്ച്. ഇനി ബലം പിടിക്കാൻ പാടില്ല. കണ്ണ് തുറക്കരുത്. കണ്ണ് തുറക്കരുത്. ഞാൻ കണ്ണ് തുറക്കാൻ പറയുന്നത് വരെ കണ്ണടച്ച് തന്നെ കിടക്കണം. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ശ്വാസഗതിയിൽ ശ്രദ്ധിക്കണം. ചുറ്റുപാടുകളിലേക്കുള്ള ശ്രദ്ധയെല്ലാം വിട്ടേരെ. ചുറ്റുപാടുകളിലേക്കുള്ള ശ്രദ്ധകൾ വേണ്ട. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തേത്, ഞാനൊരു ചെറിയ മ്യൂസിക് ഇടും, ആ മ്യൂസിക്കിലേക്കും ശ്രദ്ധിക്കണം. ഇനി 3 കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വേണം കണ്ണുകൾ അടച്ചു കിടക്കാൻ. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തുറക്കുക, തുറക്കരുത്. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തുറക്കാൻ പാടില്ല. ഞാൻ അവസാനം കണ്ണ് തുറക്കാൻ പറയുന്നവരെ കണ്ണടച്ച് തന്നെ ചെയ്യണം. കൈയുടെ ഉൾവശം ഉള്ളോട് തിരിച്ചു വെക്കാൻ. ബലം വിട്ട് കിടക്കണം കേട്ടോ. ബലം പിടിച്ച് കിടക്കരുത്. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുക. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കണം. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. കാൽപാദം മുതൽ തലവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. വെറുതെ കിടക്കുക, റിലാക്സ് ചെയ്ത് കിടക്കുക. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ശരീരം മനസ്സ് പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. കാൽപാദം മുതൽ തലവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ.
ശരീരഭാഗങ്ങളിലെ പേശികളിലെ സന്ധികളിലെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും വിട്ടൊഴിയട്ടെ. ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സംഘർഷങ്ങളെല്ലാം ശരീരവും മനസ്സും വിട്ട് പൂർണ്ണമായും വിട്ടൊഴി. കണ്ണടച്ച് കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കാൻ പോകരുത്. നമ്മൾ ചെയ്യുന്നത് യോഗമുദ്രാസനയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ പോകാൻ പാടില്ല, മറ്റു കാര്യങ്ങളിലേക്ക് പോകരുത്. ഓക്കെ. ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശ്വാസമാവട്ടെ. ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിച്ചു കിടക്കാം. ഇൻഹെയിൽ ശ്വാസങ്ങളിലേക്ക്, എക്സേൽ ശ്വാസങ്ങളിലേക്ക്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, 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 exhale. Inhale, exhale, inhale, exhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Inhale, exhale, inhale, exhale, exhale, inhale, exhale, exhale. ശരീരം മനസ്സ് പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു, ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. കാൽപാദം മുതൽ തലവരെല്ലാം ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു, ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. ശരീരഭാഗങ്ങളിലെ പേശികളിലെ സന്ധികളിലെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും വിട്ടുകൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, സംഘർഷങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങളെല്ലാം ശരീരവും മനസ്സും വിട്ട് പൂർണ്ണമായും വിട്ടുകൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരം മനസ്സ് പൂർണ്ണമായും റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. കാൽപാദം തലയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു, ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. ശരീരഭാഗങ്ങളിലെ പേശികളിലെ സന്ധികളിലെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, ദുഃഖങ്ങൾ, സംഘർഷങ്ങളെല്ലാം ശരീരവും മനസ്സും വിട്ട് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു, ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. Inhale, exhale, inhale, exhale, inhale, inhale, exhale, inhale, exhale. Inhale, exhale, inhale, exhale.
exhale, inhale, exhale, inhale, exhale, exhale. ശരീരം മനസ്സ് പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. കാൽപാദം മുതൽ തലമുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ശരീരഭാഗങ്ങളിലെ പേശികളിലെ സന്ധികളിലെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിരിക്കുകയാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, ദുഃഖങ്ങൾ, സംഘർഷങ്ങളെല്ലാം ശരീരവും മനസ്സും വിട്ട് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. കണ്ണ് തുറക്കരുത്. കൈകളൊന്ന് ഉയർത്തി കാണിക്കുക, താത്തുക. കണ്ണ് തുറക്കാൻ പാടില്ല. കൈകളൊന്ന് ഉയർത്തി താത്തുക. കൈകളൊന്ന് ഉയർത്തുക, താത്തുക. ഒന്ന് ഉയർത്തി കാണിക്കുക, താത്തുക. താത്തികൾ ഒത്തിരി ഒന്നും പൊക്കണ്ട, ജസ്റ്റ് ഒന്ന് അനക്കുക, താത്ത. അത്രയും ഉറങ്ങിപ്പോയിട്ടില്ല എന്നറിയാനാണ് കേട്ടോ. മനീഷ കൈ ഒന്ന് ഉയർത്തി താത്താം. കണ്ണ് തുറക്കല്ലേ, കണ്ണ് തുറക്കരുതേ, കണ്ണ് തുറക്കല്ലേ. മനീഷ കൈ ഒന്ന് ഉയർത്തി താത്താം. മനീഷ, മനീഷ കൈ ഉയർത്തി താത്താം. യെസ്, കൈ താത്തിക്കോളൂ. ദിൽഷ കൈ ഉയർത്തി താത്താം. ദിൽഷ, ദിൽഷ കൈ ഉയർത്തി താത്താം. ബാക്കിയുള്ളവർ കണ്ണടച്ച് കിടക്കണം. ഓക്കെ, ഇനി എല്ലാവരും ചിരിഞ്ഞു കിടക്കൂ. വലത് കൈ 180 ഡിഗ്രി പുറകിലേക്ക് ഉയർത്തി വെച്ചതിന് ശേഷം സാവധാനം വലതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. വലതുകൈയുടെ മുട്ട് മടക്കി വലത് കൈ തലയ്ക്കടിയിലേക്ക് വെച്ച് കണ്ണ് തുറക്കരുത്, കണ്ണടച്ച് കിടക്കണം. ചിരിഞ്ഞു കിടക്കൂ. വലതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കാം. രണ്ട് കാലിന്റെ മുട്ട് നിവർന്നിരിക്കണം. കാലിന്റെ മുട്ട് നിവർന്ന് ഇരിക്കണം. നടുവ് നിവർന്നിരിക്കണം. കഴുത്ത് നിവർന്നിരിക്കണം. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ഇടത് കൈ ചങ്കിന് മുമ്പിൽ വലതുവശത്ത് മാറ്റിലേക്ക് അമർത്തി കുത്തി സാവധാനം നിവർന്ന് സുഖാസനത്തിലേക്ക് വരാം, അല്ലെങ്കിൽ കംഫർട്ടബിൾ പൊസിഷനിലേക്ക് വരാം. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കരുത്. കണ്ണ് തുറന്നാൽ എഫക്റ്റ് പോകും. യോഗാസനം ചെയ്യുന്നതുകൊണ്ടുള്ള എഫക്റ്റ് പോകും. കണ്ണ് തുറക്കാൻ പാടില്ല. കണ്ണടച്ച് തന്നെ ചെയ്യണം. നിവർന്നിരിക്കാം. സുഖാസന, സ്നേഹ നിവർന്നിരിക്കാം. സാവധാനം നിവർന്ന് സുഖാസനത്തിലേക്ക് വരാം. കാല് മടക്കിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. കൈകൾ ചിന്മുദ്രയിൽ വെക്കാൻ പറ്റണം. കൈ മലർന്നിരിക്കട്ടെ. കൈയുടെ ഉൾവശം മുകളോട് തിരിഞ്ഞിരിക്കണം. ചിന്മുദ്രയിൽ കൈ മലർന്നിരിക്കണം. അലസമായി ഇരിക്കാൻ പാടില്ല. നടുവ് തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ചിരിക്കാം. ചെറുപുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കാം. ചെറുപുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കാം. ഈ ഒരു നിമിഷത്തിലേക്ക് വരാം. ഈ ഒരു നിമിഷത്തിൽ സന്തോഷമുണ്ടാവട്ടെ. ഈ ഒരു നിമിഷത്തിൽ സന്തോഷമുണ്ടാവട്ടെ. സന്തോഷമുണ്ടാവുന്ന മുഖത്ത് കാണണം. ബലപ്പെടുത്തമൊക്കെ മാറ്റി മുഖം തെളിയണം. സന്തോഷം കൊണ്ട് തെളിയണം. ചെറുപുഞ്ചിരി എവിടെ? ചിരി എവിടെ? ദിൽഷ, ചിരി എവിടെ? സന്തോഷം എവിടെ? സ്നേഹ, മുഖത്ത് സന്തോഷം വരട്ടെ. Inhale, exhale. സന്തോഷം കൊണ്ട് മനസ്സും ശരീരവും നിറയട്ടെ. സന്തോഷം കൊണ്ട് മനസ്സും ശരീരവും നിറയട്ടെ. മുഖത്ത് വന്ന സന്തോഷം മനസ്സിലേക്കും ശരീരത്തിലേക്കും കൂടി പകരാം. മുഖത്ത് വന്ന സന്തോഷം മനസ്സിലേക്കും ശരീരത്തിലേക്കും കൂടി പകരാം. യെസ്, സന്തോഷം വന്നില്ലല്ലോ ദിൽഷ. മുഖത്ത് സന്തോഷം വരട്ടെ. സന്തോഷം കടയിൽ നിന്നും മേടിക്കാൻ കിട്ടില്ല കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കണം. യെസ്, ഇരു കൈകളും ചേർത്ത് നന്നായിട്ട് കൂട്ടിത്തിരുമാം. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. കൈകൾ തുറന്ന മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തലയ്ക്ക് മുൾവശത്തും തോണ്ടി ഇരുവശങ്ങളിലും ഉള്ളം കാലിലും കൈകൾക്കുള്ള ചൂട് തൊട്ടുതലോടി അനുഭവിച്ചറിയാം. റൂബിയ എണീറ്റല്ലോ അല്ലെ? റൂബിയ, മോനെ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. റൂബിയ അവിടെ എണീറ്റോ? അവിടെ കിടക്കുവാണോ? ഓക്കെ, തൊട്ട് തലോടി അനുഭവിച്ചറിഞ്ഞതിന് ശേഷം കണ്ണടച്ചിരിക്കണേ. കൈകൾ തുറന്ന് മുഖത്തിന് മുമ്പിലായി ഉയർത്തി പിടിക്കുക. കൈകൾ തുറന്ന്, ഒരു പുസ്തകം തുറന്ന് പിടിച്ചിരിക്കുന്ന പോലെ കൈകൾ തുറന്ന് മുഖത്തിന് മുമ്പിലായി ഉയർത്തി പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് കൈകൾക്കുള്ളിലേക്ക് നോക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് കൈകൾക്കുള്ളിലേക്ക് നോക്കുക. ഇപ്പോഴാണ് കണ്ണ് തുറക്കേണ്ടത് ശരിക്കും കേട്ടോ. കൈ ഉയർത്തി പിടിക്കൂ. കൈ താഴെയല്ല, കൈ ഉയർത്തി പിടിക്കൂ. കൈ മുഖത്തിന് മുമ്പിലേക്ക് ഉയർത്തി പിടിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് കൈകൾക്കുള്ളിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കണം. ചിരിച്ചുകൊണ്ട് നോക്കണം. യെസ്, ഓക്കെ. ഇനി സ്വയം അനുഭവിച്ചറിഞ്ഞ സന്തോഷം പങ്കിടാം. ഫോൺ കയ്യിലെടുത്ത് പിടിച്ചിട്ട് എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി ചിരിക്കുക. ഫോൺ കയ്യിലേക്ക് എടുത്ത് പിടിച്ചോളൂ. എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി, ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി പുഞ്ചിരിക്കുക. റൂബിയ എവിടെ പോയി? പിന്നെ കിടന്നോ റൂബിയ? ഫോൺ എടുത്ത് കൈ പിടിക്കൂ. ഫോൺ എടുത്ത് കൈ പിടിച്ചിട്ട് എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി സന്തോഷം പങ്കിടുക. മനീഷ, ഫോൺ എടുത്ത് കൈ പിടിച്ച്.
എവിടെ സന്തോഷം? എവിടെ ദിൽഷ? ആ യെസ്, ഇത് പോരാ, കുറച്ചുകൂടി സന്തോഷം വരണം. ഇന്ന് രാവിലെ ആദ്യത്തെ ബാച്ച് മെയിൽസിന്റെ ആയിരുന്നു. ഒരാൾ ഭയങ്കര ബലം പിടിച്ചായിരുന്നു. ഭയങ്കര ബലം പിടിച്ചിട്ട് എനിക്ക് തന്നെ സംസാരിക്കാൻ പേടിയായിപ്പോയി. പക്ഷെ അവസാനം എത്തിയപ്പോൾ തന്നെ പുള്ളി ചിരിച്ചു. അപ്പൊ ആ സന്തോഷം നമുക്ക് വരണം. അത്രയും ബലം പിടിച്ച് യോഗ ക്ലാസ്സിൽ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കാനുമാണ് ഈ ഒരു മണിക്കൂർ യോഗ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യോഗ ക്ലാസ്സിൽ വന്നിട്ട് ബലം പിടിച്ചിരിക്കരുത്. എത്ര ബലം പിടിച്ചിരുന്നാലും ഞാൻ ചിരിപ്പിക്കും കേട്ടോ. ചിരിപ്പിച്ചിട്ടേ വിടുള്ളൂ. മുഖത്ത് സന്തോഷം വരണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ക്ലാസ് തിങ്കളാഴ്ച ആയിരിക്കും. തിങ്കളാഴ്ച മുതൽ നോർമലായിട്ട് 4:50 തൊട്ട് ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ കൃത്യമായിട്ട് നിങ്ങളുടെ സമയം കൃത്യമായിട്ട് നിങ്ങൾ പറയണം. ആ സമയത്ത് കയറാൻ ശ്രമിക്കണം. ആ സമയത്ത് കയറണം. ഇനി എന്തെങ്കിലും നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ അത് നേരത്തെ അറിയിച്ചാൽ മതി. തുടർന്നുള്ള സമയങ്ങളിൽ 6 ബാച്ച് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കയറി പങ്കെടുക്കാം. ഓക്കെ. ഇനി ഒരു ക്ലാസ് മിസ്സായി പോയാൽ റെക്കോർഡ് സെഷൻ ഉണ്ട്, ആ സെഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ. എവിടെയാ സന്തോഷം പോയല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ശുഭദിനം. നമസ്തേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം. ഒന്നുമില്ല. എന്റെ പേരറിയണ്ടേ? ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്റെ പേരറിയണ്ടേ? ധ്യാനയോഗ എന്നുള്ള എന്റെ സെന്ററിന്റെ പേരാ, എന്റെ പേരല്ല. അറിയണ്ട? ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. സാറിന്റെ പേര്? എന്റെ പേര് അജിത്ത്. സാർ എനിക്ക് ഇടുക്കി ജില്ലയിൽ. ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ പോയായിരുന്നേ. അപ്പൊ അതുപോലെ ഞാൻ ആ ഇന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ ഇന്ന് ചെയ്യിപ്പിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അത്രയും ഞാൻ പ്രിപ്പയർഡ് ആവാത്തത് കൊണ്ടാണ് ആ ആ ഇതിന്റെ കുഴപ്പമില്ല. ശരി ശരി, കുഴപ്പമില്ല. ഇതിന്റെ റെക്കോർഡ് സെഷൻ ഉണ്ട്. മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ. ശരി കോർഡിനേറ്റർമാരോട് സാർ. ചോദിച്ചാൽ മതി. ലിങ്ക് ഇട്ട് തരും. ഓക്കെ. മിസ്സായിട്ടുള്ള ഭാഗം അതിനകത്ത് നോക്കി മനസ്സിലാക്കാം. ശരി. അപ്പൊ ഇടുക്കി ജില്ലയിലാണ് ഞാൻ ഇടുക്കി ജില്ലയിലാണ് താമസിക്കുന്നത്. അവിടെ മൂലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. സെന്ററിന്റെ പേര് ധ്യാനയോഗ എന്നാണ്. അപ്പൊ ഈ നമ്മൾ ഈ ക്ലാസ് ഈ ഓൺലൈൻ ട്രെയിനിങ് തുടങ്ങിയത് ഈ ന്യൂ ഇയർ തൊട്ടാണ്. 2025-ലാണ് ശക്തമായി നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം ഒരു 100 പേർക്ക് മണ്ടയിലും ആദ്യത്തെ ബാച്ചിലുണ്ട്. അപ്പൊ നമ്മൾ തുടർന്ന് എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആളുകളെ നമ്മൾ ബാച്ചിലേക്ക് വിളിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും വരുന്നവരെ ശനിയാഴ്ച നമ്മളൊരു ക്ലാസ് കൊടുത്തിട്ട് നോർമൽ, ഇപ്പൊ നിങ്ങൾ ഇനി കയറാൻ പോകുന്ന നോർമൽ ആയിട്ടുള്ള നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് കാണിച്ചു തരും. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, വളഞ്ഞു തിരിഞ്ഞൊന്നും ചെയ്യേണ്ട, ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് നോക്കി ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ?